ഹാവ് എ ബ്രേക്ക്, ഹാവ് എ കിറ്റ് കാറ്റ്. ഇന്ന് നെസ്ലെ കിറ്റ് കാറ്റിൻ്റെ സോൾട്ടഡ് കാരമൽ ഫ്ലേവറാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഇത് 3 ഫിംഗേഴ്സ് ഉള്ളൊരു പാക്കറ്റാണ്. ടോട്ടൽ നെറ്റ് ക്വാണ്ടിറ്റി 28.5 ഗ്രാംസ് ആണ്. 30 രൂപയാണ് ഈ പാക്കിൻ്റെ വില. നമ്മുടെ എയർ ഫിൽഡ് പാക്കറ്റ് പൊട്ടിക്കുമ്പോൾ ഉള്ളിലായിട്ട് ഒരു മാറ്റായിട്ടുള്ള ഒരു സിൽവർ കളറിൽ പേപ്പർ കവറിങ് ഉണ്ട്. അതിന് പുറമേ നമുക്കൊരു സിൽവർ ഫോയിൽ പോലെ തോന്നുമെങ്കിലും ഉള്ളിലായിട്ടുള്ളത് ഒരു ജസ്റ്റ് പേപ്പർ കവറിങ്, കംപ്ലീറ്റ് മാറ്റായിട്ടുള്ളൊരു പേപ്പർ കവറിങ് ആണ് കേട്ടോ. പണ്ട് 90s കിഡ്സിനൊക്കെ അറിയായിരിക്കും, ഇത് കംപ്ലീറ്റ് അലുമിനിയം ഫോയിൽ കവറിലാണ് വന്നുകൊണ്ടിരുന്നത്. അതിൻ്റെ പുറമേ ഒരു വൈറ്റ് കളറിലെ ഒരു പേപ്പറും ഉണ്ടായിരുന്നു, ബട്ടർ പേപ്പർ പോലെ. ഇപ്പോഴാണ് അവർ ഇങ്ങനെയുള്ള ഒരു പാക്കിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഉള്ളിലായിട്ട് കംപ്ലീറ്റ് ആ പേപ്പറും പുറമേ ഒരു മാറ്റായിട്ടുള്ള ഒരു സിൽവർ കളറിൽ ഒരു അലുമിനിയം ഫോയിൽ പോലത്തെ ഒരു സംഭവം. അത് അലുമിനിയം ഫോയിൽ കവറാണോ എന്ന് എനിക്കറിയത്തില്ല. അത് തുറന്നുള്ളിലോട്ട് വരുമ്പോൾ കണ്ടോ, നല്ലൊരു കാരമലിൻ്റെ നിറത്തിലുള്ള ഒരു കിറ്റ് കാറ്റിൻ്റെ 3 ഫിംഗർ പീസാണിത്. അതിൻ്റെ ഒരു സൈഡ് കംപ്ലീറ്റ് നമുക്കൊരു വൈറ്റ് ചോക്ലേറ്റ് വിത്ത് സോൾട്ടഡ് കരാമൽ മിക്സിൻ്റെ ആ ഒരു കളറാണ്. വൈറ്റ് ചോക്ലേറ്റ് പോലെ തന്നെ തോന്നുക. നമ്മുടെ പഴയ ട്രീറ്റൊക്കെ ഇല്ലേ, ഓറഞ്ചും വൈറ്റും കൂടെയുള്ള കവർ കിട്ടുന്ന ട്രീറ്റ്, അതിൻ്റെ പോലത്തെ ഒരു കളറാണ്. അതിൻ്റെ ബാക്ക് സൈഡിൽ കംപ്ലീറ്റ് ആയിട്ട് ചോക്ലേറ്റ് ആണ്. കിറ്റ് കാറ്റിൻ്റെ അതേ ചോക്ലേറ്റ് നിറമാണ് കേട്ടോ. ഈ 3 ഫിംഗറും കൂടെ വെച്ചിട്ട്, ഫിംഗർ എന്ന് പറയുന്ന കിറ്റ് കാറ്റിൻ്റെ ഓരോ പീസസ് ആണ് കേട്ടോ നമുക്ക് ബ്രേക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന. 3 പീസസും കൂടെ വെച്ചിട്ട് ഞാൻ ബാക്ക് സൈഡ് കാണിക്കാൻ മറന്നുപോയി. കണ്ടോ, ബ്രേക്ക് ചെയ്തെടുത്തിട്ട് ഇതാ കണ്ടോ, ബാക്കിൽ കംപ്ലീറ്റ് ചോക്ലേറ്റ് നിറം. ഹാഫ് ഫുൾ വൈറ്റ് ചോക്ലേറ്റ് പോലെയും ബാക്ക് ചോക്ലേറ്റ് പോലെയാണ്. എൻ്റെ ടേസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ആ ഒരു വേഫറിൽ ഒരു വൈറ്റ് കോമ്പൗണ്ട് വിത്ത് സോൾട്ടഡ് കാരമലിൻ്റെയും അതുപോലെ തന്നെ ചോക്ലേറ്റിൻ്റെയും മിക്സ് വരുന്നൊരു ടേസ്റ്റാണ്. പഴയ ഒരു ട്രീറ്റ് മുട്ടായി നിങ്ങൾക്ക് അറിയാമോ എന്നറിയത്തില്ല, മിൽക്ക് ട്രീറ്റ് എന്ന് പറഞ്ഞിട്ട് കാഡ്ബറിയുടെ നല്ല ടേസ്റ്റായിരുന്നു. ഈ മഞ്ചും പെർക്കുമായിട്ട് കമ്പീറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു മുട്ടായിരുന്നു. ഞാൻ ഈ പറഞ്ഞ മിൽക്ക് ട്രീറ്റിനും വേഫറിൻ്റെ മുകളിൽ ഇതുപോലൊരു വൈറ്റ് കോമ്പൗണ്ടിൽ കാരമൽ കോട്ടിങ് വരുന്നൊരു ടേസ്റ്റായിരുന്നു കേട്ടോ. അതിനുശേഷം ഞാൻ ഇപ്പോഴാണ് ഈ ഒരു ടേസ്റ്റ് ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കീപ് വാച്ചിങ് മൈ ചാനൽ. ബൈ ബൈ.